ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു. ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട, എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം, അതും മിതമായ നിരക്കിൽ. ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം. ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയൂ. ഡെയിലി ടേബിൾ, മേപ്പാടം, ചേലക്കര. പുലാക്കോട് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനലിന് വിജയം. നിലവിലെ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ സന്തോഷ് ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. കോൺഗ്രസ് പാനലിനെതിരെ ലീഗ് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെഫീഖ്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സെക്രട്ടറി VJ ബാബു എന്നിവർ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 13-അംഗ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 27 പേരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. CPM ലോക്കൽ സെക്രട്ടറി KS ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ LDF സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളും മത്സരിച്ചിരുന്നു. 40 വയസ്സിന് താഴെ പൊതുവിഭാഗത്തിൽ സവാദിന്റെ പത്രിക തള്ളിയതോടെ 12 അംഗങ്ങളാണ് മത്സരിച്ചിരുന്നത്. മുഴുവൻ സഹപ്രവർത്തകരാണ് ഇന്നത്തെ ഏറ്റവും വലിയ താരമെന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ബാങ്ക് പിടിച്ചെടുക്കുവാൻ വേണ്ടി അധികാരത്തിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് എല്ലാ രീതിയിലുമുള്ള അപഖ്യാതികൾ പറഞ്ഞു വരുത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ ബാങ്ക് പിടിച്ചെടുക്കുവാൻ LDFന്റെ നേതൃത്വത്തിലുള്ള CPMന്റെ നേതൃത്വത്തിലുള്ള മുന്നണി വലിയ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ ശ്രമങ്ങളെ മുഴുവൻ പുല്ലുപോലെ തള്ളിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ, ഈ ബാങ്കിലെ വോട്ടർമാർ വലിയ രീതിയിലുള്ള വിജയമാണ് ഈ പാനലിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് തുടക്കം മാത്രമാണ്. ഈ വിജയമെന്ന് പറയുന്നത് കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക്, ഈ ബാങ്കിന്റെ വലിയ ഇനിയുമുള്ള ഉയർച്ചയിലേക്ക് ഈ ജയിച്ചവരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന വിജയമാണ്. നട്ടാൽ കിളർക്കാത്ത നുണകൾ ഈ നാട്ടിൽ വിജയിക്കില്ല. ഈ ബാങ്കിനെതിരെയുള്ള ഒരു കുപ്രചരണവും ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. കാരണം അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ 5 വർഷമായി ഈ ബാങ്ക് ജനങ്ങൾക്കൊപ്പമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ വിജയം കാണിച്ചിരിക്കുന്നത്.